5 മണിക്ക് മുമ്പേ ഉറങ്ങിക്കിടന്ന ഗ്രാമം ഉണരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വീട്ടിൽ മാത്രമല്ല, ഒരു കുടുംബം അപ്പോൾ മുതൽ ജീവിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു. ചുട്ടുപൊള്ളുന്ന വേനലും കനത്ത മഴയും ഒന്നും കണക്കാക്കാതെ കൂലിപ്പണിക്ക് പോകുന്ന രാഘവൻ ആ ദിവസം കണ്ണുതുറന്നത് ഉറക്കം തീർന്നതുകൊണ്ടല്ല, ജീവിതം അടിച്ചോതിയ ആ ശബ്ദത്തോടാണ്. തന്റെ പെട്ടിയിൽ കിടന്ന പൊട്ടിയ ചപ്പലുകൾ കയ്യിൽ എടുത്തപ്പോൾ തന്നെ അവൻ മനസ്സിൽ പറഞ്ഞു, ഇന്ന് ഒരു ദിവസം കൂടി, ഒരു സ്വദേശം കൂടി. അവന്റെ മകൻ അരുണ്, ഒരിക്കലും കൂലിപ്പണിക്കാരന്റെ മകൻ എന്നത് ഒരു ലജ്ജയെന്ന് കരുതാത്തവൻ, അതേ സമയത്ത് പഴയ മങ്ങിപ്പോയ സ്കൂൾ ബാഗ് പൊത്തി കുറച്ച് പുസ്തകങ്ങൾ ഒതുക്കി വയ്ക്കുകയായിരുന്നു. വീട്ടിൽ പാത്രങ്ങൾ പൊട്ടിയതും മേൽക്കൂര ചോരുന്നതും എല്ലാം അവന്റെ ബാല്യത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അയാളുടെ കണ്ണുകളിൽ അതെല്ലാം കടന്നുപോകും. അവിടെ ഓരോ ദിവസവും ഒരു വലിയ സ്വപ്നത്തിന്റെ തിളക്കം. രാഘവൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അരുണ് അദ്ദേഹത്തോട് ഒരു കപ്പ് ചൂടുവെള്ളം കയ്യിൽ വച്ച്, അച്ഛാ, ഇന്ന് വൈകിയിട്ട് വന്നാലും പ്രശ്നമില്ല, ഞാൻ പഠിക്കും. രാഘവൻ അതുകണ്ട് ഒരു നിമിഷം മകന്റെ കണ്ണുകളിൽ നോക്കി. അയാൾക്ക് ഒരു സ്വപ്നമുണ്ട്, എന്റെ മകൻ. ഞാൻ ഒരിക്കലും താണ്ടാത്ത വഴിയിലൂടെ നടക്കണം. സ്കൂളിൽ അരുണ് എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. കുട്ടികൾ പലപ്പോഴും അവനെ കണ്ടാൽ പറഞ്ഞു, കൂലിപ്പണിക്കാരന്റെ മകൻ, നാളെ നമ്മളെപ്പോലെ ഓഫീസിൽ ജോലിക്കാ പോകേണ്ടിവരും. പക്ഷേ അവൻ ആ വാക്കുകൾ കേട്ടിരുന്നതല്ല, അവൻ നോക്കിയത് ബ്ലാക്ക് ബോർഡിലേക്കും പുസ്തകത്തിലേക്കും ഭാവിയിലേക്കുമായിരുന്നു. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്രയുണ്ടായാലും പഠനം മാത്രം അവന്റെ കൈവെടിയാത്ത ആയുധം. ഒരു രാത്രി മഴ പെയ്തിറങ്ങുന്ന മുറ്റത്ത് കസേരയിൽ ഇരുന്നു അദ്ദേഹം പഠിക്കുമ്പോൾ വിളക്കിന്റെ വെളിച്ചം നിറഞ്ഞില്ല, ലൈറ്റ് പോകുന്നത് പതിവായിരുന്നു. പക്ഷേ ആ രാത്രിയിൽ രാഘവൻ വെറും ശ്വാസം പിടിച്ചു നോക്കി നിന്നു. അവൻ തന്റെ കയ്യിൽ നിന്നു കിട്ടിയ ചെറിയ കൂലി കൊണ്ട് വാങ്ങിയ അടുപ്പിലെ എണ്ണ കൊള്ളിച്ച കൊണ്ടുവന്ന് മകന്റെ മുന്നിൽ വെച്ചു. പഠിക്കു മകനെ, ഈ വെളിച്ചം ഞാൻ നിന്നെക്കായി കത്തിക്കുന്നു. അരുണിന്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛാ, ഞാൻ IAS ആകും. നിങ്ങൾക്ക് ഇനി കൂലിപ്പണി ചെയ്യേണ്ടി വരില്ല. വർഷങ്ങൾ കടന്നുപോയി. സ്കൂൾ കഴിഞ്ഞു. കോളേജിൽ പ്രവേശനം കിട്ടിയെങ്കിലും ഫീസിനായി പണം ഉണ്ടായിരുന്നില്ല. രാഘവൻ വീട്ടിലെ കുറച്ച് പണവും ഭാര്യയുടെ മാലയും വിറ്റു. എന്റെ മകന്റെ ഭാവിക്ക് ഈ സ്വത്തൊന്നും വിലയില്ല. അരുണ് പഠിക്കുമ്പോൾ പാർട്ട് ടൈം ട്യൂഷനുകളും ചെയ്തു. ചില ദിവസങ്ങളിൽ ഭക്ഷണം പോലും ഒഴിവാക്കി പഠിച്ചു. ഓരോ നാളും ഒരു പോരാട്ടം, ഓരോ കാര്യവും ഒരു ത്യാഗം. ഒരു രാത്രി മുഴുവൻ ഗ്രാമവും ഉറങ്ങിക്കിടക്കുമ്പോൾ കൂടാരമൊന്നുമില്ലാതെ പടിയിലിരുന്ന് വൈദികയുടെ പുസ്തകങ്ങൾ തുറന്ന് ഇരുന്ന മകനെ കണ്ടപ്പോൾ രാഘവൻ പറഞ്ഞത്, മകനെ, നീ ഈ ജീവിതം എന്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു? അരുണ് ചിരിച്ചു. അച്ഛാ, നിങ്ങൾ ജീവിതത്തിൽ കഷ്ടതകൾ കണ്ടു. എങ്കിലും ഒരിക്കലും വഴിമാറിയില്ല. ഞാൻ അതിനേക്കാൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ വില തിരിച്ചടയ്ക്കാൻ. വൈദികക്കുള്ള യാത്ര ലളിതമായതല്ല. ആദ്യ ശ്രമത്തിൽ പരാജയം, രണ്ടാം ശ്രമത്തിലും പരാജയം, മൂന്നാം ശ്രമത്തിൽ മെയിൻസ് ഒറ്റ മാർക്കിനാൽ നഷ്ടം. ഓരോ തവണയും രാഘവൻ മാത്രം അവനെ പിടിച്ചു നിർത്തി. മകനെ, നിന്റെ സ്വപ്നം വലിയതാണ്, അതിനാൽ പരീക്ഷയും വലിയതായിരിക്കും. ഞാൻ എല്ലാ ദിവസവും കൂലി താങ്ങുമ്പോൾ തളരാറുണ്ട്. പക്ഷേ നിന്റെ സ്വപ്നം മാത്രം എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. അവസാന ശ്രമം, അവസാന വർഷം, അവസാന അവസരം. അരുണ് ദിവസവും 16 മണിക്കൂർ പഠിച്ചു. വെള്ളം കുടിച്ചും ചായ കുടിച്ചും ഉറക്കം ഓടിച്ചു. എല്ലാ പുസ്തകങ്ങളും പഴകിയിരുന്നു, കുറിപ്പുകൾ ചീന്തിപ്പോയിരുന്നു. പക്ഷേ സ്വപ്നം മാത്രം ഉറപ്പായിരുന്നു. വൈകിട്ട് ചന്തയിൽ നിന്ന് വരുന്ന രാഘവനെ കണ്ടാൽ അരുണ് ഓടി വന്ന് പെട്ടി എടുത്തു. അച്ഛാ, ഞാൻ IAS മുറുക്കി പിടിക്കുന്നു. രാഘവൻ ചിരിച്ചു. എനിക്ക് പറ്റിയില്ല. പക്ഷേ നിന്നെപ്പോലെ ഒരു മകൻ തന്നതിന് ഞാൻ ദൈവത്തിനോട് നന്ദിയുണ്ട്. തീയതി വന്നു. ഫലം പുറത്തിറങ്ങുന്ന ദിവസം. അവരുടെ ചെറിയ വീട്ടിൽ ആരുടെയും ശ്വാസം കേൾക്കാൻ പോലും പറ്റില്ലത്ര നിശബ്ദം. അരുണ് ട്രെംബ്ലിംഗ് ഹാൻഡ്സ് കൊണ്ട് ഫലം തുറന്നു നോക്കി. അവൻ ഒരൊറ്റ നിമിഷം മിണ്ടാതെ നിന്നു, രാഘവന്റെ ഹൃദയം നിൽക്കുന്നതുപോലെ. അരുണ തിരിഞ്ഞ് പിതാവിനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞു, ചിരിച്ചു, ഒടുവിൽ കരഞ്ഞു. അച്ഛാ, ഞാൻ IAS ആയി. രാഘവൻ കേട്ട നിമിഷം കൈയിലെ പെട്ടി താഴെ വീണു. അവൻ ഇരുന്നു. കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ദൈവമേ, ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയില്ല. പക്ഷേ എന്റെ മകൻ നേടിയതുകൊണ്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ അച്ഛനായി. അരുണ് അച്ഛന്റെ കൈയിൽ മുഖം മറച്ചു പിടിച്ചു കരഞ്ഞു. ഇതെല്ലാം നിങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ കൂലിപ്പണി ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെയുണ്ടാകുമായിരുന്നില്ല. ഗ്രാമം മുഴുവൻ ആ വാർത്ത കേട്ട് വീട്ടിലേക്ക് ഓടിയെത്തി. കൂലിപ്പണിക്കാരന്റെ മകൻ IAS ആയിരിക്കുന്നു. എല്ലാരും കൈയടിച്ചു. എല്ലാവരും അവനെയും രാഘവനെയും നോക്കി അഭിമാനം കൊണ്ടു. അടുത്ത ദിവസം അരുണ് സർക്കാർ ഓഫീസിൽ ആദ്യമായി കടന്നപ്പോൾ അവൻ ചുമലിൽ ചുമന്നിരുന്ന പിതാവിന്റെ പഴയ തോൾപ്പടം അതേ മുറിയിൽ വെച്ചു. അച്ഛാ, ഈ തോൾപ്പടം തന്നെയാണ് എന്നെ IAS ആക്കിയത്. അത് ഞാൻ ഇതുവരെ കണ്ട ഏറ്റവും വലിയ അധ്യാപകൻ. രാഘവൻ കൂലിപ്പണിക്ക് കൊണ്ടുപോകുന്ന ഓരോ ദിവസവും ഇനി ഒരു അഭിമാനകഥയായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരു കൂലിപ്പണിക്കാരൻ. പക്ഷേ എന്റെ മകൻ എന്റെ ജീവിതത്തിന്റെ IAS ആണ്.
അരുണ് തന്റെ ആദ്യ ശമ്പളം കിട്ടുന്ന ദിവസം അച്ഛനയ്ക്കായി ഒരു പുതിയ വീട് വാങ്ങി. ഇനി ആരും ഈ വീട്ടിൽ ചോരുന്ന മേൽക്കൂര കാണുന്നില്ല, ഇനി നിങ്ങൾക്ക് കൂലിപ്പണി വേണ്ട, ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഞാൻ താങ്ങാം. രാഘവൻ മകനെ നോക്കി ചിരിച്ചു. ഞാൻ നിന്നെ ജനിപ്പിച്ചു. പക്ഷേ ഇന്ന് നീയാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചത്. 3 തലമുറകൾക്ക് മുമ്പ് തുടങ്ങി കഷ്ടപ്പാട് ആ ദിവസം അവസാനിച്ചു. ആ ദിവസത്തെ സൂര്യാഘാതവും പൊടിയും വേദനയും എല്ലാം കഴിഞ്ഞു. ഒരു കൂലിപ്പണിക്കാരന്റെ സ്വപ്നം അവന്റെ മകന്റെ കൈകളിലൂടെ യാഥാർത്ഥ്യമായി.